Hello guys, welcome to Abzal's vlog. Today we are going to Kasargod Kunya. It's a place of Samasta 100-year century, and today we are going to see their global expo, and it's one of great expo. താരങ്ങൾ താഴെ വന്ന് നേരി നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത തീരാത്ത നൂറ് Now we are in Mangalore railway station. It's already late. Time is 7:20. Yeah, time is 7:20. So we have to catch the train fast. പിന്നിടുന്നു സമസ്ത തീരാത്ത നൂറ് കൊണ്ട് മുത്തുകോയത്തങ്ങൾ ഇന്ന് പോറ്റി പടത്തിടുന്നു സമസ്ത സെയ്തുലുലമയെ Railway school Kasargod. Guys, welcome to Kasargod. Guys, let's speak in Malayalam. വരവാണതേ അതിശയനായക അനുഗ്രഹജാലക അരുമന വിപ്പേര പൊൻതാരക ഗൈസ് ഇപ്പോൾ ഞാൻ ഉള്ളത് കുഞ്ഞത്തിലാണ്. ഇതാണ് ഗ്ലോബൽ എക്സ്പോൻ്റെ എൻട്രൻസ് ആണ്. ദിസ് ഈസ് ദി എൻട്രൻസ് ഓഫ് ദി ഗ്ലോബൽ എക്സ്പോ. University globally. Kenya Group of Institutions is established by Kunaman Musli on Memorial, KMM Trust, a self-financing registered trust for providing education and healthcare facilities. The founder of the KMM Trust, an NRI philanthropist businessman in Sharjah, who hails from Kenya. ഇതിന് അണ്ടർ സ്കൂൾ എടുക്കുന്നുണ്ട്. Kenya Group of Institutions, KGI, proudly unveils its groundbreaking, cutting-edge campus, ushering in a new era of excellence in education. Spanning across a vast 100-acre environment, with a focus on fostering innovation, research, and community engagement. പത്തിതകത്വര പത്തരമാറ്റിലെ പ്രിയമാ പൊന്നു തങ്ങളെ ഒരു കാറ്റത്തുമാടാത്ത സിംഹാസനം. 3 പള്ളികളെയും ഒരു കോട്ടയെയും ഒരു മദ്രസയെയും. ഈ പള്ളിയുടെ പേരാണ് തുർക്കിയിലെ ഒട്ടോമൻ പള്ളി എന്നാണ് പേര്. ഉസ്മാനിയ കാലഘട്ടത്തിലാണ്, ഉസ്മാനിയ ഭരണകർത്താക്കളാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദ്, പഴയ കാലത്ത് മദ്രസ ആയിരുന്നു, ഇപ്പോൾ അത് വലിയ യൂണിവേഴ്സിറ്റിയാണ്. അത് ഈജിപ്തിലെ കെയ്റോയിലെ പള്ളിയാണ്. തോലൂനിയ ഭരണകർത്താക്കളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് അലപ്പോ കോട്ടയാണ്. ഇത് അലപ്പോ കോട്ട സിറിയ എന്ന രാജ്യത്ത്. ഇത് ഇറാഖിലെ അബ്ബാസിയ ഭരണകാലത്ത് ഉണ്ടാക്കിയപ്പോഴാണ്. അബ്ബാസിയാവട്ടെ, തോലൂനിയാവട്ടെ, ഉസ്മാനിയാവട്ടെ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. ഇവരുടെ എഞ്ചിനീയറിംഗിലെ വൈദഗ്ധ്യമാണ് ഇവർക്ക്. ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും ശാസ്ത്രം വളർന്നിട്ടും അന്ന് വളരാത്ത കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായി പള്ളി നിർമ്മിച്ചു എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഈ ഇസ്ലാമിക രാജാക്കന്മാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രാമഫോണാണ്. ഇപ്പോഴാണ് ടി വിയും കമ്പ്യൂട്ടറൊക്കെ വന്നത്. പണ്ട് കാലത്ത് ഇതിലായിരുന്നു പാട്ട് കേട്ടിരുന്നത്. വയടക്കുകളിലേക്ക് എത്തിക്കാനാണ്. എന്നിട്ട് ഇവിടുന്ന് വിവിധങ്ങളായ ചാലുകളായിട്ട് കൃഷി ആവശ്യത്തിനും വാണിജ്യ ആവശ്യത്തിനും വേണ്ടി ജലസേചനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അക്കാലത്ത് ശരിക്കും ഒരു വാട്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് എങ്കിലും വെള്ളത്തിന്റെ ശക്തിയിൽ ചക്രം കറക്കാം എന്നുള്ള ചിന്തയാണ് പിന്നീട് ടർബൈന്റെ ഉൽപാദനത്തിലേക്കും വൈദ്യുതി ഉൽപാദനത്തിലേക്കും ഒക്കെ എത്തുന്നത്. ഇസ്ലാമിക് സ്പെയിനിലുള്ള പ്രധാനപ്പെട്ട വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു ഇബ്നു സീന, അതുപോലെ തന്നെ അൽ റാസി എന്നിവർ. ഇബ്നു സീന എന്നവർ അവിസന്ന എന്ന പേരിലാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അൽ ഖാനൂനു ഫി തിബ്ബ് അഥവാ കാനൻ ഓഫ് മെഡിസിൻ ഇന്നും യൂറോപ്പിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ സയൻസിനുള്ള ആധികാരിക ഗ്രന്ഥമായിട്ടാണ് പരിഗണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവര് തിരിച്ചറിഞ്ഞ മരുന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് അവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞത് ഇബ്നു സീനയും അൽ റാസി തുടങ്ങിയ പണ്ഡിതന്മാരായിരുന്നു. അതിന്റെ ഒരു ഏകദേശ രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥ സസ്യങ്ങളല്ല, തിരിച്ചറിഞ്ഞ സസ്യങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരാദർശമികവിന്റെ വൃന്ദാവനം, കര കാണാത്ത കണ്ണീയത്തിൻ പൂമനം. ഇതൊരാദർശമികവിന്റെ വൃന്ദാവനം.
റാഗോയുടെ ചെറിയൊരു സൂചകമാണ്. റാഗോയിൽ നിന്ന് ഇസ്രായേൽ തുടക്കം കുറിച്ചിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്ന മദ്രസ സംവിധാനം വരെയുള്ള ഓരോ നാൾവഴികൾ കാണിച്ചു തരാം. എന്താണിത്? ഇതാണ് പഴയകാല ഒത്തുപള്ളി. സ്കൂളിൽ മദ്രസയിലൊന്നും പോവാതെ എല്ലാ വീടുകളിലും പഠിക്കുന്ന സംവിധാനമാണ് അത്. പിന്നെ നമ്മളെ ദർസ് മദ്രസയായി മാറുന്ന സംവിധാനം. വിദ്യാലയങ്ങൾ കൈമാറി പോരുന്ന രീതി ഉണ്ടല്ലോ. പിന്നെ അറബി കോളേജുകളിലായി വിവിധ സ്ഥാപനങ്ങളായി പോരുന്ന രീതിയാണ്. ഇതാണ് ഓത്തുപള്ളി അല്ലേ? പഴയകാല ഒത്തുപള്ളി. കൊണ്ട് മുത്തുകോയത്തങ്ങളിന്ന് പോറ്റി പടത്തിടുന്നു സമസ്ത. കടലുകൾ താണ്ടി അന്ന് പായ കപ്പലേറി വന്ന് കൺമണി പോലെ കാത്തൊരാദർശമേ. കനലുകൾ താണ്ടി നിന്ന് സത്യസരണി കൊണ്ടുവന്ന് സമസ്തയൊരുക്കി തന്നൊരാനന്ദമേ. ഉലയുകയില്ലിത് കാറ്റിൽ അൽബിർ സ്കൂൾസ് എന്ന് പറയുന്ന അൽബിർ സമസ്തയുടെ 90-ാം വാർഷികത്തിൽ ആദ്യമായിട്ട് അൽബിർ സമസ്ത ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം സംരക്ഷിച്ചുകൊണ്ട് അൽബിർ ആദ്യമായിട്ട് സമസ്ത ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധാനമാണ് അൽബിർ സ്കൂൾസ് എന്ന് പറയുന്നത്. ഇത് അൽബിർ പുതുതായിട്ട് അൽബിർ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എജു ബോട്ടാണ്, റോബോ ആണ്. പുതിയ കാലഘട്ടമാണ്, AI കാലഘട്ടമാണ്. അപ്പോൾ ആ AI സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് AI അസിസ്റ്റോട് കൂടി പ്രവർത്തിക്കുന്ന അൽബിർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റോബോയാണ് അൽബിർ എജു ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അൽബിർ സ്കൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന സ്കൂളുകളിൽ അൽബിറുണ്ട്, നാട്ടിൽ അൽബിറുണ്ട് അറിയാവുന്നതായിരിക്കും. അവിടുത്തെ അൽബിറിലെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, LKG UKG IPS 1 IPS 2 കുട്ടികൾ നമ്മൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്ന വരെയുള്ള ദിക്കറുകളും അതേപോലെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പഠിക്കുന്നവരാണ്, വിദ്യാഭ്യാസം ഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അസിസ്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഒരു പുതുതായിട്ടുള്ള ഒരു സംവിധാനമാണ് അൽബിർ എജുബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെ മേക്കിംഗ് അപ്പ്, എന്തെങ്കിലും ക്വാളിറ്റി, അങ്ങനെ നമ്മളെ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ വേ ഓഫ് ലൈഫാണ്, ജീവിത ശൈലികളാണ്, ജീവിത രീതിയാണ്. അപ്പോൾ അതിൽ ഉണരുന്ന മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഭൗതികരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ എജുബോട്ട് സപ്പോർട്ട് ചെയ്യും. ഞാൻ അൽബിർ പിന്നെ CSWC ഫാദിൽ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇത് അസ്മിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നു? ഇത് പറഞ്ഞാല് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഏകദേശം 450ഓളം സ്കൂളുകൾ, അതിന്റെ ഒരു കൂട്ടായ്മ, അതിലേക്കുള്ള സിലബസ്, കരിക്കുലം ഐറ്റംസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയൊരു സംവിധാനത്തിന്റെ പേരാണ് അസ്മിത്. പലരും ചോദിക്കുന്ന ഒരു സംശയമാണത്. അപ്പൊ സിമ്പിളാണ്, അവർക്കുള്ള ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ, കുട്ടികൾക്ക് വേണ്ട, സ്കൂളുകൾക്ക് വേണ്ട എല്ലാ ആവശ്യമായ സംഗതികളും ചെയ്യുന്ന ഒരു വലിയൊരു സംവിധാനമാണ് അസ്മിത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം അസ്മയില് കുട്ടികൾക്ക് 3 പരീക്ഷകൾ ഉണ്ടാവല്ലോ. ആ 3 ടൈമിൽ അവധിക്കാല ക്യാമ്പ് എന്നുള്ള രൂപത്തിൽ മാഗസിൻ കൊടുത്തു. അപ്പൊ ഇത് കഴിഞ്ഞ് 2026 കേരളത്തിലെ ആദ്യത്തെ AI ഇന്ററാക്റ്റീവ് മാഗസിൻ ആയിട്ട് നമ്മളത് ലോഞ്ച് ചെയ്തു. അപ്പൊ ഇത് സ്കാൻ ചെയ്താല്, ഈ ഒരു സംഗതി സ്കാൻ ചെയ്താൽ ഒരു ആപ്പ് ആയിട്ട് വരും. ഇതിന്റെ ഉദ്ഘാടനം ഇന്നലെ ബഹുമാന്യനായ ജിഫ്രി തങ്ങൾ ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് നിർവഹിച്ചിട്ടുണ്ട്. നമ്മളെ ഇതേപോലെ ഒരു ആപ്പ് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു മാഗസിൻ നിങ്ങൾക്ക് കിട്ടും. ഇതിലിപ്പോൾ ഒരു പേജ്, ഇതിപ്പോ ഒരു ചിത്രകഥയാണ്, ഈ ബുക്കിലുള്ള ഒരു ചിത്രകഥയാണ്. നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താല്, ഈ ഒരു ചിത്രകഥ നമ്മൾ ഇവിടെ ടച്ച് ചെയ്താല് ഈ എലിഫന്റ് എന്താണ് പറയുന്നത് അത് മൂവിങ് ആവും. അങ്ങനെ ഓരോ പേജും കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഇത് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇത് സമസ്ത സന്ദേശം, അതൊരു കാർട്ടൂൺ ടൈപ്പാണ്. ഇത് മൂവിങ് ആവണതാണ്. ഫോർ എക്സാമ്പിൾ ഒരു മാച്ച് ചെയ്ത ബോൾ അസ്മി, അങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യും, കുട്ടികൾക്കൊരു പോപ്പപ്പ് ആയിട്ട് കൺഗ്രാജുലേഷൻ വരുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം ചെയ്തു. അപ്പോൾ വായനക്ക് പുറമെ വായിക്കാൻ മടിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗെയിം രൂപത്തിൽ ഇതിനെ കുട്ടികൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ. നിലവിൽ 12ഓളം കോഴ്സ് വരുന്നുണ്ട്. ആൺകുട്ടികൾക്ക് 7 പെൺകുട്ടികൾക്ക് 6. അതേപോലെ 50-ലേറെ സ്ഥാപനങ്ങളുണ്ട്. 4500-ലേറെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ SNECയുടെ വിഷനാണ് മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ 2 വർഷത്തിൽ തുടങ്ങിയിട്ട് 12ഓളം സ്ട്രീമുണ്ട്, 50-ലേറെ സ്ഥാപനങ്ങൾ, 4500-ലേറെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 350 ഫാക്കൽറ്റി ഉണ്ട്. ഇത് SNECയുടെ സ്വയം ഗ്രന്ഥങ്ങളാണ്. SNEC ക്വസ്റ്റ്യൻ ചെയ്യുക ഏകദേശം 40ഓളം
കൈവശത്താക്കിയിട്ടില്ല അല്ലെങ്കിൽ പിടിച്ചു വെച്ചിട്ടില്ല നമ്മുടെ നാടിന്റെ സമ്പത്തുകളാണ്. പക്ഷെ ഈ സമ്പത്തൊന്നും പാവങ്ങളായ ഈ കൈകളിലേക്ക് എത്തുന്നില്ല. അവിടെ പ്രശ്നങ്ങൾക്ക് ഈ സമ്പത്ത് ആരും കൊടുക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ സക്കാത്ത് എന്ന കാര്യം. കൂടിയ ഖുർആനാണ്. ഇത് നമ്മുടെ കേരളക്കാരനായിട്ടുള്ള ജസീം ഫൈലി ഉസ്താദ് പറയുന്ന ഒരു ഉസ്താദാണ്. സ്വന്തം കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയതാണ് ഇത് മുഴുവനും. ഇതിന്റെ നീളം ഏകദേശം വരുന്നത് 1 കിലോമീറ്ററും 100 മീറ്ററും നീളം വരുന്നത്. ഏകദേശം ഇതിന്റെ വർക്ക് മുഴുവനും തീർത്തത് അദ്ദേഹം 2 വർഷം കൊണ്ട്. സ്ത്രീ ഷംസീറ എന്ന് പറയുന്നത് സ്ത്രീ 5 മാസം കൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയതാണ്. വി ഹാവ് സീൻ ദി ഗ്ലോബൽ എക്സ്പോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒരുപാട് കാഴ്ചകൾ നോക്കിയിട്ടുണ്ട് എക്സ്പോയിൻ്റെ. AI-യും കാലിഗ്രാഫിയും അതേപോലെ അൽബിർ സ്കൂളിനെ കുറിച്ച്, സമസ്ത ഇ ലേണിങ്ങിനെ കുറിച്ച്, അതേപോലെ പോത്തുപള്ളി മദ്രസത്തിൻ്റെ ദർസിൻ്റെ ഒരുപാട് കാഴ്ചകൾ. ഇപ്പോ കേവലമായ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു എക്സ്പോ അല്ല. അങ്ങനെ സാധാരണ കുറെ ഫ്ലെക്സുകൾ ഉപയോഗിച്ച് കുറെ ഡാറ്റകൾ എക്സിബിറ്റ് ചെയ്യുന്ന ധാരാളം എക്സ്പോകൾ നമ്മൾ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ എക്സ്പോയിൽ പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. ഈ എക്സ്പോയിൽ എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ധാരാളം സ്ലോട്ടുകളുണ്ട്. ഈ എക്സ്പോയിൽ ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഹിസ്റ്ററി ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഹ്യൂമൻ റിസോഴ്സിനെ ഡിപ്ലോയ് ചെയ്ത രീതി തന്നെ ഒരു എക്സിബിഷൻ്റെ ഭാഗമാണ്. അങ്ങനെ 9 പവലിയനുകളിലായിട്ടാണ് ഈ എക്സ്പോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇസ്ലാമിക് ഗോൾഡൻ ഏജിലെ ശാസ്ത്ര സാഹിത്യ ആരോഗ്യ മേഖലയിലെ നവോത്ഥാനത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഗ്രാമങ്ങളിലൂടെ എങ്ങനെ ഇസ്ലാം കേരളത്തിൽ വ്യാപിച്ചു എന്നുള്ളതിൻ്റെ ആവിഷ്കാരമുണ്ട്. അത് കഴിഞ്ഞ് ഫതുഹുൽ മുഈൻ പോലുള്ള ഗ്രന്ഥങ്ങളിലേക്ക് കേരള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എഡ്യൂക്കേഷൻ, പാണ്ഡിത്യം, അറിവ് എങ്ങനെ വളർന്നു എന്നും അത് ലോകത്തിന് എങ്ങനെ മാതൃകയായി തീർന്നു എന്നും അവതരിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. സംസ്ഥയുടെ മദ്രസ വിദ്യാഭ്യാസം ലോകത്തിൽ മുഴുവൻ എത്തിച്ചേർന്നതിൻ്റെ ആവിഷ്കാരങ്ങളുണ്ട്. AI സിസ്റ്റമുണ്ട്, VR ഉണ്ട്, റോബോട്ടിക് ഉണ്ട്. കുട്ടികൾക്കുള്ള വ്യത്യസ്തങ്ങളായ പവലിയനുകളുണ്ട്, കാലിഗ്രാഫി ഏരിയകളുണ്ട്. അങ്ങനെ എല്ലാ തുറകളിലുമുള്ള ആളുകൾക്കും, മുതിർന്നവർക്കും സംഘാടകർക്കും സയൻറ്റിസ്റ്റുകൾക്കും സോഷ്യൽ എൻജിനീയേഴ്സിനും അക്കാഡമീഷ്യനും കുട്ടികൾക്കുമൊക്കെ കാണാനും അനുഭവിക്കാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ധാരാളം എലമെൻറ്റുകൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആവിഷ്കരിച്ചു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പോ കണ്ടില്ല. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ സമസ്തയുടെ കുറേ ഇന്നോവേഷൻസും പോകുന്ന ബിൽഡിങ്സുകളും അവരെ ഒരു ഹിസ്റ്ററി ഇവിടെ വന്ന് അറിയാൻ പറ്റി. അതിൽ വളരെ സന്തോഷം. നിങ്ങളോട് പറയാനുള്ളത്, സമസ്ത എന്ത് പ്രോഗ്രാം ചെയ്താലും എന്ത് ചെയ്താലും അത് 100% അത് ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്നതാണ്. So guys, I will end my vlog here. Keep supporting. Bye bye.